ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു, ഒരു വ്യക്തി ശുശ്രൂഷ ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് വേണ്ടുന്ന യോഗ്യത, അവൻ വീണ്ടും ജനനം നടക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച്. അതിന് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ യേശു ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് യേശു സ്നാപയോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അതായത് യേശു ചെയ്ത ശുശ്രൂഷ മുഴുവനും ദൈവാത്മാവിനാലായിരുന്നു. ഇതുപോലെ തന്നെയാണ് അപ്പോസ്തലന്മാരും തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങിയതിന് ശേഷമാണ്. അതായത് ഇവിടെ നമ്മൾ ഇത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഈ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങിയതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കതിന് മുന്നോടിയായിട്ട് നമുക്ക് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാരോട് പറയുന്ന ഒരു വാക്യമുണ്ട്. നമുക്കത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 4 മുതൽ നമുക്കൊന്ന് വായിക്കാം. അവിടെ 4 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം അതിൻ്റെ 1:8 വീണ്ടും യേശു കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്ന ഈ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുതെന്ന് പറയുന്നു. അടുത്തത് ഇവിടെ പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. ഇവിടെ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നൊരു അനുഭവമാണ്. പുറത്തെ മനുഷ്യൻ്റെ മേൽ വരുന്ന അനുഭവം വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ പുറത്തെ മനുഷ്യൻ്റെ മേൽ, അതായത് പുറത്തെ മനുഷ്യനെ കൂടി നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറും. എവിടെയെല്ലാം? ലോകത്തിൻ്റെ അറ്റത്തോളവും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ സഭായോഗം കൂടുമ്പോൾ നമ്മൾ വിശ്വാസിയാണ്. മറ്റുള്ള കൂട്ടായ്മകൾ, വിശ്വാസികളുമായൊരു കൂട്ടായ്മയിൽ നമ്മൾ വിശ്വാസിയാണ്. അത് കഴിഞ്ഞെന്നാലോ നമ്മൾ പഴയ പോലെ തന്നെ, പഴയ ജഡികൻ, പഴയ ലോകമനുഷ്യരായ പോലെ തന്നെയാണ് നമ്മൾ, അല്ലേ? കാരണം എന്താണെന്നറിയാമോ? ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരാത്തത് കൊണ്ടാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആത്മാവിൽ നമ്മൾ യേശുവിനെ ഹൃദയത്തിൽ കർത്താവിൻ്റെ രക്ഷിതാമായി സ്വീകരിച്ച് നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആത്മാവിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പുറത്തെ മനുഷ്യനിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമില്ല. പുറത്തെ മനുഷ്യൻ ഇപ്പോഴും ജഡത്തിൻ്റെ ഇച്ഛകൾക്ക്, താല്പര്യങ്ങൾക്ക്, മോഹങ്ങൾക്കൊത്തവണ്ണ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സഭയിൽ വിശ്വാസിയാണ്, പുറത്തിറങ്ങിയാൽ നമ്മൾ സാധാ പഴയ മനുഷ്യനാണ്. എന്നാൽ ഈ അവസ്ഥക്ക് മാറ്റം വന്നെങ്കിലേ നമുക്ക് യഥാർത്ഥ ശുശ്രൂഷകനാകാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു ഈ ശിഷ്യന്മാർ ഈ യേശു പറഞ്ഞത് പ്രകാരം പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം പ്രാപിച്ചതിന് ശേഷമാണ് യെരൂശലേം വിട്ടു പോയത്. ഹല്ലേലൂയ. ആ വാഗ്ദത്തം എവിടെ വെച്ചാൽ പ്രാപിച്ചത്? അതാണ് മാർക്കോസിൻ്റെ മാളിക മുറിയിൽ വെച്ചിട്ടാണ് ഈ വാഗ്ദത്തം പ്രാപിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ മാർക്കോസിൻ്റെ മാളിക മുറിയിൽ വെച്ചിട്ട് ഈ വാഗ്ദത്തം പ്രാപിച്ചപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്കിവിടെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ നമുക്കൊന്ന് വായിക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നും ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുമേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ്
നിറഞ്ഞവരായി തീർന്നു. അവരെ മുഴുവനായിട്ട് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അവർ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് താഴത്തേക്ക് നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അതിൻ്റെ 14 മുതൽ ഞാൻ ഒന്നുകൂടെ വായിക്കാം. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞു, യഹൂദ പുരുഷന്മാരെ, യെരൂശലേമിൽ പാർന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി നേരമല്ലേ ആയിട്ടുള്ളൂ. ഇത് യോവൽ പ്രവാചകൻ മുഖാന്തരം അരുൾ ചെയ്തതത്രേ. എന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ജഡത്തിൻ്റെ മേൽ, പുറത്തെ മനുഷ്യൻ്റെ മേൽ ആത്മാവിനെ പകരും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഇവിടെ ഇവരിരുന്നിരുന്ന ഈ മുറിയിൽ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഇവിടെ മേൽ, പുറത്തെ മനുഷ്യൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം വന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം പുറത്തെ മനുഷ്യൻ്റെ മേൽ വന്ന ഈ പത്രോസും കൂട്ടരും ധൈര്യത്തോടെ അവരുടെ ശുശ്രൂഷ തുടങ്ങി. അവർ ശക്തമായിട്ട് എഴുന്നേറ്റ് നിന്ന് അവർ യേശുവിനെ ക്രിസ്തുവാണെന്ന് പ്രസ്താവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 2:36 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. കേട്ടോ, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ടു നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ 3000 പേര് പത്രോസിനോടും കൂട്ടരോടും ചേർന്ന് അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാർ അവിടെ എന്തായിരിക്കും ഉപദേശിച്ചിരിക്കുക? ക്രിസ്തുവിൻ്റെ ഉപദേശം. അപ്പോസ്തലന്മാരുടെ ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയുണ്ടായിരുന്നു. നമുക്കൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തലിക ഉപദേശമെന്ന് നമ്മുടെ സഭകളിൽ ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത് അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങളാണ്. അപ്പോസ്തലിക ഉപദേശം ആദിമസഭയിൽ അപ്പോസ്തലന്മാർ ഉപദേശിച്ചപ്പോൾ ലേഖനം അവരെഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. ലേഖനം വരുന്നതിന് മുമ്പാണ് അപ്പോസ്തലന്മാർ ആദിമസഭയിൽ ഉപദേശിച്ചതെങ്കിൽ ആ ഉപദേശം എന്ത് ഉപദേശമായിരിക്കും? ക്രിസ്തു ഉപദേശിച്ച ഉപദേശം. അതാണ് മത്തായി 28 അവസാനം യേശു പറഞ്ഞെന്തെന്നാൽ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കുവാനാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശം ഉപദേശിക്കാനാണ് പറഞ്ഞത് സഭയിൽ. സഭയുടെ അടിസ്ഥാന ഉപദേശം അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശമായിരിക്കണം. നിങ്ങൾ പോകുന്ന സഭയിലോ ശുശ്രൂഷകരാണെങ്കിൽ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയിലോ ഈ പറഞ്ഞ അടിസ്ഥാന ഉപദേശം, സഭയുടെ അടിസ്ഥാന ഉപദേശമായ ക്രിസ്തുവിൻ്റെ ഉപദേശം ഉപദേശിക്കപ്പെടുന്നുണ്ടോ? ഇല്ല എങ്കിൽ അതിൻ്റെ കുറവ് വലുതായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. യഥാർത്ഥ സഭയാണെങ്കിൽ ആ സഭയിൽ ക്രിസ്തുവിൻ്റെ ഉപദേശമായിരിക്കണം അടിസ്ഥാന ഉപദേശം. ഈ ഉപദേശം വന്നതിന് ശേഷം 50-60 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് അപ്പോസ്തലന്മാർ സഭകൾക്ക് ലേഖനങ്ങളൊക്കെ എഴുതിയത്. പക്ഷേ ഇന്ന് നമ്മുടെ സഭകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നും പറഞ്ഞിട്ട് ഈ ലേഖനങ്ങളാണ് ഉപദേശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉപദേശമില്ല. അതിൻ്റെ കുറവും നമ്മുടെ സഭകളിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ ശിഷ്യന്മാർ, ഈ അപ്പോസ്തലന്മാർ ശുശ്രൂഷ തുടങ്ങിയത് പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങിയതിന് ശേഷമാണ്. പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ അപ്പോസ്തലന്മാർ ശുശ്രൂഷ തുടങ്ങിയത്. അതിനു മുമ്പ്
യേശു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഈ അപ്പോസ്തലന്മാർ ഭയന്ന് വിറച്ച് മുറിക്കകത്ത് ഒളിച്ചിരുന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പക്ഷേ ഇപ്പോൾ അവർ ഭയം മാറി, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ധൈര്യമുള്ളവരായി, ഭയം മാറി. അവർ അവിടെ പ്രസ്താവിക്കുന്നത് എന്താണ്? നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഈ ശിഷ്യന്മാർ രക്ഷിക്കപ്പെട്ടത് എപ്പോഴാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടത് എപ്പോഴാണെന്ന് നോക്കാം. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുന്ന ഒരു സ്റ്റേജുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേജുണ്ട്. ഈ രണ്ട് സ്റ്റേജാണ്. ആദ്യത്തെ സ്റ്റേജിൽ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെടും, രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മുടെ പുറത്തെ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അതുപോലെ തന്നെ നമുക്കൊരു ഭാഗത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ അപ്പോസ്തലന്മാർ 10 ദിവസം മാർക്കോസിൻ്റെ മാളേമുറിയിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? നമുക്കതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇന്ന് നമ്മളെന്താ മനസ്സിലാക്കിയത്? നമ്മളൊരു ശുശ്രൂഷകനാകണമെങ്കിൽ നമ്മുടെ പുറത്തെ മനുഷ്യനും കൂടി രക്ഷിക്കപ്പെടണം, വീണ്ടെടുക്കപ്പെടണം. പുറത്തെ മനുഷ്യനും കൂടി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വരണം. ആ നിലവാരത്തിലെത്തിയൊരു വ്യക്തിയാണ് യഥാർത്ഥ ശുശ്രൂഷകനാകുന്നത്. അതിന് തെളിവ് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നതിന് ശേഷം ആത്മാവ് യേശുവിനെ നയിക്കാൻ തുടങ്ങി. ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവ് നയിക്കാൻ തുടങ്ങി. അവരുടെ ഭയം മാറി, അവരിലൂടെ ദൈവപ്രവൃത്തികൾ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. അവർ യേശുവിനെ അല്ല, യേശുവിനെ ക്രിസ്തുവാണെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അവിടെയാണ് വ്യത്യാസം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നമ്മുടെ സഭകളിൽ യേശുവുമില്ല, ക്രിസ്തുവുമില്ല. പല സഭകളിൽ പഴയ നിയമം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഹല്ലേലൂയ. അതെന്തുകൊണ്ടിട്ടാ? അത് ഈ സെക്കൻഡ് ബർത്ത്, അതായത് രണ്ടാമത്തെ വീണ്ടും ജനനം നടക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ പിതാവേ, നന്ദി. ഇന്നത്തെ വചന ശുശ്രൂഷ ഞങ്ങളെ ആത്മീയ ജീവിതത്തിൽ പുത്തൻ ഉണർവുകൾ ഉണ്ടാകാനായിട്ടിടയാണ്, പുത്തൻ കാഴ്ചപ്പാടുകൾക്ക് കാരണമായി തീരണം. അതിനായിട്ട് സമർപ്പിക്കുന്നു. വചനം കേട്ട ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും നിയന്ത്രിക്കാനിടയാകണം. സകല മഹത്വവും പിതാവേ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.